അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള ശ്രോതാക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസകൾ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് 5ാം ക്ലാസ്സിലെ അഖീദ എന്ന് പറയുന്ന പുസ്തകമാണ്. 5ാം ക്ലാസ്സിലെ അഖീദ, ഇതിലെ 3ാമത്തെ പാഠമാണ് ഞാൻ എന്നോട് പരിചയപ്പെടുത്തുന്നത്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാഠം 3, അൽ മുഅ്ജിസത്തു. മുഅ്ജിസത്ത് എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. എന്താണ് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ? അമാനുഷിക സംഭവങ്ങൾ, അഥവാ സാധാരണ മനുഷ്യരായി നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അസാധാരണ സംഭവങ്ങൾ, അമാനുഷിക സംഭവങ്ങൾ അല്ലെങ്കിൽ അമാനുഷിക കഴിവുകൾ, അമാനുഷിക കാര്യങ്ങൾ ചെയ്യുക, സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുക. ഇതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. മനസ്സിലായോ? ഇത് പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. പ്രവാചകന്മാർക്ക് മാത്രമേ അത്തരം കഴിവുകൾ അള്ളാഹു നൽകുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ പാഠത്തിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അൽ മുഅ്ജിസത്തു. ബിസ്മില്ലാ. അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. അതായത് നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ സൃഷ്ടികളോട് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അള്ളാഹു നേരിട്ട് ഇറങ്ങി വന്ന് ആ കാര്യം പറയുകയല്ല ചെയ്യുക. മറിച്ച് അവൻ മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള ആളുകളെ പ്രവാചകന്മാരായിട്ട് നിശ്ചയിക്കും, തിരഞ്ഞെടുക്കും. അങ്ങനെ അവർ മുഖേനയാണ് അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ, അള്ളാഹുവിന് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അവർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. അപ്പം അങ്ങനെ അവർ ഭൂമിയിൽ വന്ന് ജനങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഞാൻ നബിയാണെന്ന് പറയുമ്പോൾ, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, ദൈവത്തിൻ്റെ ദൂതനാണെന്ന് പറയുമ്പോൾ ജനങ്ങൾ അത് അംഗീകരിച്ചു കൊള്ളണം എന്നില്ല. നീ കള്ളനാണ്, നീ കള്ളവാദിയാണെന്നൊക്കെ പറഞ്ഞ് അവർ ധിക്കരിക്കും, അവർ തിരസ്കരിക്കും, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ദൂതനാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യും? അവർ ചില മുഅ്ജിസത്തുകൾ ചെയ്യും, അമാനുഷിക പ്രവർത്തനങ്ങൾ നടത്തും. ഇതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. പിന്നെ മാജിക് അസാധാരണ സംഭവമാണെങ്കിലും അത് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയും. മാജിക്കും ഏകദേശം ഇതുപോലെ തന്നെയാണ്, അല്ലേ? നമുക്ക് സാധാരണക്കാർ ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും മജീഷ്യന്മാർ ചെയ്യും, അല്ലേ? നമുക്കത് കാണുമ്പോൾ പല അത്ഭുതം തോന്നും, എങ്ങനെ അതൊക്കെ ചെയ്യാന്നുള്ളത്. പക്ഷെ മാജിക് എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ ഒരു തന്ത്രമാണ്, ട്രിക്കാണത്, അല്ലേ? അത് പഠിച്ച ആർക്കും അത് ചെയ്യാൻ കഴിയും. നമ്മളൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അതിൻ്റെ പിന്നിൽ ഒരു അമാനുഷിക കഴിവുമില്ല, അത് തന്ത്രമാണ്. നിരന്തരമായ പരിശീലനത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു കഴിവാണത്, തന്ത്രമാണ് അതിൻ്റെ പിന്നിൽ. എന്നാൽ മുഅ്ജിസത്ത് അംബിയ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയൂ. അതാണ് മുഅ്ജിസത്തിൻ്റെ പ്രത്യേകത. മാത്രമല്ല, മാജിക് പരാജയപ്പെടുത്താനും കഴിയും. പരാജയപ്പെടുത്താൻ അതിൻ്റെ രഹസ്യം വെളിവാക്കാൻ കഴിയും എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇനി ശത്രുക്കൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ജീവനോടെ കത്തിച്ച് കളയാൻ തീരുമാനിച്ചു. ആ സംഭവം നമുക്കറിയാം. ഇബ്രാഹിം നബിയുടെയും നമ്രൂദ് എന്ന രാജാവിനും തമ്മിലുള്ള ഇടയിലുള്ള സംഭവം. ശത്രുക്കൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ജീവനോടെ കത്തിച്ച് കളയാൻ തീരുമാനിച്ചു. അതിനായി ധാരാളം വിറകുകൾ ശേഖരിച്ചു. വിറകുകൾ ആളിക്കത്താൻ തുടങ്ങി. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ ജ്വലിക്കുന്ന അഗ്നിയിലേക്ക് അവർ എറിഞ്ഞു. ഒരു പോറലും ഏൽക്കാതെ
അഗ്നി ജ്വാലകൾക്കിടയിലൂടെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുറത്തേക്ക് നടന്നു വന്നു. ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു തീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയത്. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്താണ്. അപ്പം ഇബ്രാഹിം നബിയുടെ ഒരു മുഅ്ജിസത്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ ആ തീയിലേക്ക് എറിഞ്ഞത് നമ്രൂദ് എന്ന് പറയുന്ന രാജാവിൻ്റെ കിങ്കരന്മാരാണ്. അപ്പോൾ എന്തേ അങ്ങനെ എറിയാനുള്ള ഉണ്ടായ കാരണം? അതിൻ്റെ കാരണം അദ്ദേഹം ഏകദൈവ വിശ്വാസം പറഞ്ഞു. അന്നവരെ ബഹുദൈവ വിശ്വാസികളായിരുന്നു. അപ്പോൾ ഏകദൈവത്തെ ആരാധിക്കുക എന്ന സംഭവം അവരോട് പറഞ്ഞപ്പോൾ അവരത് അംഗീകരിച്ചില്ല. അതാണ് അവർ ഇബ്രാഹിം നബിയെ ശത്രുവായി കാണാനുണ്ടായ കാരണം. അതിൻ്റെ ഫലമായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്, തീയിലേക്ക് എറിഞ്ഞത്. പക്ഷേ തീയിലെറിഞ്ഞിട്ടും എന്ത് സംഭവിച്ചില്ല? ഇബ്രാഹിം നബിക്ക് ഒന്നും സംഭവിച്ചില്ല. എന്തേ കാരണം? അതുവേ അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചു, അല്ലേ? അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം ഇബ്രാഹിം നബിക്ക് ലഭിച്ചു. പിന്നെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കൈവശം ഒരു വടിയുണ്ടായിരുന്നു. അത് താഴെയിട്ടാൽ ഭീകരമായ ഒരു സർപ്പമായി മാറും, കയ്യിലെടുത്താൽ അത് വീണ്ടും വടിയാകും. ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ മറ്റൊരു മുഅ്ജിസത്താകുന്നു. ആ സംഭവമൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്, അല്ലേ? ഫിറഔന്റെ കൊട്ടാരത്തിൽ വെച്ച് നടന്ന സംഭവം. അപ്പോൾ മൂസാ നബിക്ക് അള്ളാഹു നൽകിയ കഴിവായിരുന്നത് ഒരു വടി. ആ വടി നിലത്തിട്ടാൽ എന്താകും? പാമ്പാകും. നിലത്തുനിന്ന് എടുത്താൽ അതൊരു വടിയായി മാറുകയും ചെയ്യും. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് നൽകിയ അമാനുഷ്യ കഴിവ്. പിന്നെ ഈസാ നബി അലൈഹിസ്സലാം മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു. മരിച്ച ആളുകളെ ജീവിപ്പിച്ചിരുന്നു ആരെ? ഈസാ നബി, അല്ലേ? ഒരിക്കൽ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കിഴവിയായ ഒരു സ്ത്രീ ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എനിക്ക് ആകെയുള്ളൊരു മകനാണ് മരിച്ചു പോയത്, അവന് ജീവൻ തിരിച്ചു നൽകിയാലും. കട്ടിൽ കിടക്കുന്ന ആ മയ്യത്തിനോട് അള്ളാഹുവിൻ്റെ അനുമതിയോട് കൂടി നീ എഴുന്നേൽക്കൂ എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. അയാൾ ഉടനെ കട്ടിൽ എഴുന്നേറ്റിരുന്നു. പിന്നീട് ആ മയ്യത്ത് കട്ടിൽ അദ്ദേഹമാണ് ചുമന്നു കൊണ്ടുപോയത്. അപ്പോൾ ഈസാ നബിക്ക് അള്ളാഹു നൽകിയ ഒരു അമാനുഷിക കഴിവായിരുന്നു എന്ത്? മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത്. ഉഹയിൽ മൗതാബി ഇതിനില്ല എന്ന് പറഞ്ഞില്ലേ ഖുർആനിൽ. അപ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ആര് ചെയ്തു? ഈസാ നബി ചെയ്തു. എങ്ങനെ ചെയ്തു? ആ കഴിവ് അള്ളാഹു ഈസാ നബിക്ക് നൽകി. മനസ്സിലായില്ലേ? ഈസാ നബി എന്ന് നാം പറയുന്ന യേശു ക്രിസ്തു എന്ന് ലോകത്തറിയപ്പെടുന്ന ആ മഹാൻ, അദ്ദേഹമാണ് ഈ സംഭവം ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു മയ്യത്തിനെ, ഒരു ശവശരീരത്തിനെ എന്ത് ചെയ്തു? പിന്നെ ഈസാ നബി ജീവിപ്പിച്ചു. പിന്നെ അവിടെ രസകരമായ സംഭവം, പിന്നെ ആ ജീവിച്ച ആളുണ്ടല്ലോ, ജീവൻ തിരിച്ചു കിട്ടിയ ആളുണ്ടല്ലോ, അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തോട് ജനങ്ങൾ പറഞ്ഞു, കാരണം അദ്ദേഹം മരിച്ച് അദ്ദേഹത്തിൻ്റെ കട്ടിലിങ്ങനെ ചുമന്നു കൊണ്ടുപോയിരുന്നു കുറച്ച് ആളുകളല്ലേ. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അവസാനം ഈസാ നബി വഴിയിൽ വെച്ചാണ് ഇത് കാണുന്നത്. കണ്ടപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ എഴുന്നേറ്റ് ഇരുത്തി ജീവൻ നൽകി. അവസാനം ജനങ്ങൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇനി നീ കട്ടിൽ ചുമന്നു കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ജനങ്ങൾ അദ്ദേഹത്തോട് തന്നെ ആ കട്ടിൽ ചുമന്നു കൊണ്ടുപോകാൻ പറഞ്ഞു എന്നർത്ഥം. ഇത്തരം ധാരാളം മുഅ്ജിസത്തുകൾ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇസ്രാ മിഅ്റാജ് യാത്രകൾ, അല്ലേ? ആകാശ ആരോഹണം നമുക്കറിയാവുന്ന കാര്യമാണ്. ചന്ദ്രൻ പിളർന്ന സംഭവം, ജനങ്ങൾക്ക് വെള്ളം ആവശ്യമായപ്പോൾ നബി തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ ജലം പ്രവഹിച്ചത്, വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, കല്ലുകൾ മുതലായവ നബി തങ്ങളോട് സംസാരിച്ചത് തുടങ്ങിയവ അവയിൽ ചിലതാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലേ? ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏഴാനാകാശം ത്തേക്ക് പോയി. പിന്നെ അവിടുന്ന് എന്ത് ചെയ്തു? അള്ളാഹുമായിട്ട് കണ്ടുമുട്ടി സംഭാഷണം നടത്തി. ഈ ചരിത്രമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ബുറാഖ് എന്ന വാഹനത്തിൻ്റെ പുറത്ത് കയറിപ്പോയ ആ സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ, അതുപോലെ ചന്ദ്രൻ പിളർന്ന സംഭവം, കുഫാറുകൾ മക്ക മുശ്രിക്ക് നബിയോട് പറഞ്ഞു, നീ പ്രവാചകനാണ് എന്നതിന് തെളിവെന്താണ്, എന്താണ് ഇത് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ നീ ആ ചന്ദ്രനെ പിളർത്തി കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. ജനങ്ങൾക്ക് വെള്ളക്ഷാമം ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈവിരൽക്കിടയിൽ നിന്നും വെള്ളം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ മരങ്ങൾ, മൃഗങ്ങളൊക്കെ, കല്ലുകൾ മുതലാക്കി നബിയോട് സംസാരിച്ചു, സലാം പറഞ്ഞു. അല്ലേ? ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മുസ്ലിം തങ്ങളുടെ മുഅ്ജിസത്തായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പറയുന്ന പേരാണെന്ത്? മുഅ്ജിസത്ത്, അമാനുഷിക കഴിവുകൾ. പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ നബി തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അത്ഭുതകരമായ ആ കിതാബ് പഠിച്ചും വിലയിരുത്തിയും ധാരാളം ആളുകൾ ഇന്നും ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ മരണാനന്തരവും നിലനിൽക്കുന്നതാണ്. മരണശേഷവും അവർക്ക് കഴിവുകൾ ചെയ്യാൻ കഴിയും എന്നർത്ഥം. അപ്പം ഇത്രയും ഭാഗമാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.